നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഏപ്രിൽ മാസം 3-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ആഗോള സംഘർഷങ്ങൾ ക്രൂഡ് ഓയിൽ വിതരണ ശൃംഖലയെ ബാധിച്ചതോടെ ഇന്ത്യയിലെ പാചകവാതക വിതരണ രംഗത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇന്ത്യയുടെ മൊത്തം LPG ആവശ്യകതയുടെ 60% വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത്. ഇതിൽ 90% തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് വഴിയാണ് രാജ്യത്തേക്ക് എത്തുന്നത് എന്നതിനാൽ തന്നെ ആ മേഖലയിൽ ഉണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും ആഭ്യന്തര വിപണിയിലൊക്കെ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ വിതരണ തടസ്സം മൂലം രാജ്യത്തെ പ്രമുഖ നഗരങ്ങളിലെല്ലാം തന്നെ ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിൽ ഉപഭോക്താക്കളുടെ നീണ്ട നിരയാണ് നിലവിലിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. സിലിണ്ടറുകൾ ബുക്ക് ചെയ്ത് ആഴ്ചകൾ കാത്തിരുന്നിട്ടും അവ കൃത്യസമയത്ത് ലഭിക്കാത്ത സാഹചര്യം അത് സാധാരണക്കാരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. സോ ഇത്തരമൊരു നിർണായകമായിട്ടുള്ള ഘട്ടത്തിലാണ് ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസവുമായിട്ട് പൊതുമേഖലാ എണ്ണ കമ്പനിയായിട്ടുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. സാധാരണ സിലിണ്ടറുകൾക്കായിട്ട് കാത്തു നിൽക്കാതെ തന്നെ ആവശ്യക്കാർക്ക് ഉടൻ ലഭ്യമാകുന്ന ചോട്ടു എന്ന 5 കിലോയുടെ ചെറിയ സിലിണ്ടറുകൾ കമ്പനി വ്യാപകമായിട്ട് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സാധാരണ ഗ്യാസ് കണക്ഷനുകൾക്ക് ആവശ്യമായ സങ്കീർണമായിട്ടുള്ള അഡ്രസ് പ്രൂഫുകളോ മറ്റ് ഔദ്യോഗിക രേഖകളോ ഇല്ലാതെ തന്നെ ഇത് സ്വന്തമാക്കാം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയും. ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ മാത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആർക്കും തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഇന്ത്യൻ ഏജൻസിയിൽ നിന്നും ഈ ഒരു ചോട്ടോ സിലിണ്ടറുകളൊക്കെ തന്നെ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഈ പദ്ധതിയുടെ വ്യാപ്തി അത് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് വിതരണ രീതിയിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ കമ്പനി വരുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഗ്യാസ് ഏജൻസികൾക്ക് പുറമെയായിട്ട് അംഗീകൃത റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ, അതുപോലെ തന്നെ പെട്രോൾ പമ്പുകൾ, തിരഞ്ഞെടുത്ത പലചരക്ക് കടകൾ എന്നിവിടങ്ങളിൽ നിന്നും ഈ സിലിണ്ടറുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. മുൻകൂട്ടി ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഊഴത്തിനായിട്ട് കാത്തിരിക്കുകയോ വേണ്ടതില്ല എന്നതിനാൽ തന്നെ സാധാരണക്കാർക്കും പ്രത്യേകിച്ചും കുടിയേറ്റ തൊഴിലാളികൾക്കും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കുമൊക്കെ തന്നെ ഇത് വലിയ ഒരു ഉപകാരപ്രദമായി തന്നെ മാറുന്ന കാര്യമാണ്. വലുപ്പത്തിൽ ചെറുതാണെങ്കിലും നിലവിലെ പാചകവാതക ക്ഷാമം പരിഹരിക്കാനായിട്ട് ഈ ഒരു കൊച്ചു സിലിണ്ടർ വലിയ പങ്ക് വഹിക്കുമെന്നും LPG വിതരണം കൂടുതൽ ജനകീയമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീക്കമെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തങ്ങളുടെ ഔദ്യോഗിക X അക്കൗണ്ടിലൂടെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, രാജ്യത്തെ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ തന്നെ ആശങ്കാജനകമായിട്ടുള്ള രീതിയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഡിജിറ്റൽ ഇടപാടുകളൊക്കെ തന്നെ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഇപ്പോൾ പുതിയ കർശനമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന ഈ പരിഷ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് UPI പേയ്മെൻറ്റുകൾക്ക് ഏർപ്പെടുത്തിയ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ എന്ന പ്രക്രിയയാണ്. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പിൻ നമ്പറിന് പുറമെയായിട്ട് ഇടപാടുകൾ പൂർത്തിയാക്കാൻ പാസ്വേഡ്, OTP അല്ലെങ്കിൽ വിരലടയാളം പോലെയുള്ള ബയോമെട്രിക് സംവിധാനങ്ങളൊക്കെ തന്നെ കൂടി ഇനി മുതൽ നിർബന്ധമാണ്. ഇടപാടുകളിൽ ഒരു അധിക സുരക്ഷാപാളി കൂടി ഉറപ്പുവരുത്തുന്നതിലൂടെ ഉപഭോക്താവിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ പണം നഷ്ടപ്പെടുന്നത് തടയാനായിട്ട് ഈ ഒരു സംവിധാനം നിങ്ങളെ സഹായിക്കും. പ്രത്യേകിച്ച് വലിയ തുകയുടെ ഇടപാടുകൾക്കും പുതിയ പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള പേയ്മെൻറ്റുകൾക്കുമൊക്കെ തന്നെ ഈ ഒരു നിബന്ധന അത് കർശനമായിരിക്കും. ഡിജിറ്റൽ സാമ്പത്തിക മേഖലയിലൊക്കെ തന്നെ ജനങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ സൈബർ ക്രിമിനലുകളുടെയൊക്കെ തന്നെ കടന്നുകയറ്റം തടയാനും ലക്ഷ്യമിട്ടുള്ള ഈ ഒരു സുരക്ഷാ മാറ്റങ്ങൾ അത് എല്ലാ UPI ആപ്പുകളിലും അതോടൊപ്പം തന്നെ ബാങ്കുകളിലുമൊക്കെ തന്നെ ഇതിനോടകം തന്നെ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. സുരക്ഷിതമായിട്ടുള്ള ഡിജിറ്റൽ ഇടപാടുകളിലൂടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ഓരോ ഉപഭോക്താവും ഈ മാറ്റങ്ങളോട് സഹകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, രാജ്യത്ത് ഗ്രാമീണ മേഖലയുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കുന്നതിനായിട്ട് ദീർഘകാലങ്ങളായിട്ട് നിലനിന്നിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് MNGRGS പദ്ധതിക്ക് പകരമായിട്ട് 2026 ഏപ്രിൽ 1 മുതൽ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അതിജീവക് മിഷൻ എന്ന സമഗ്രമായിട്ടുള്ള പുതിയ പദ്ധതി ഔദ്യോഗികമായിട്ട് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നതിലുപരിയായിട്ട് ഗ്രാമീണ ജീവിത നിലവാരമൊക്കെ തന്നെ ഉയർത്തുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു പരിഷ്കാരം നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നിലവിലുണ്ടായിരുന്ന 100 തൊഴിൽ ദിനങ്ങൾ എന്നത് 125 ദിവസമായിട്ട് ഉയർത്തിക്കൊണ്ട് സർക്കാർ ഇപ്പോൾ ഉത്തരവിറക്കി കഴിഞ്ഞിരിക്കുകയാണ്. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ
തൊഴിലാളികളുടെ പ്രതിദിന വേതനം 400 രൂപ വരെയായിട്ട് വർദ്ധിപ്പിക്കാൻ പുതിയ സ്കീമിലൂടെ ലക്ഷ്യമിടുന്നു എന്നത് അത് സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. പദ്ധതിയുടെ സാമ്പത്തിക സ്രോതസ്സുകളിലും വിതരണ രീതിയിലുമൊക്കെ തന്നെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് കേന്ദ്രം വരുത്തിയിരിക്കുന്നത്. മുൻപ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭൂരിഭാഗം ഫണ്ടും അത് കേന്ദ്ര സർക്കാർ നേരിട്ട് അനുവദിച്ചിരുന്ന സ്ഥാനത്ത് പുതിയ ഈ ഒരു പദ്ധതി പ്രകാരം കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങൾ 60:40 എന്ന അനുപാതത്തിൽ പുനർനിശ്ചയിച്ചിട്ടുണ്ട്. അതായത് മൊത്തം ചിലവിൻ്റെ 60% കേന്ദ്രവും 40% അതത് സംസ്ഥാന സർക്കാരുകളും വഹിക്കേണ്ടി വരും. നിലവിൽ പഴയ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള കോടിക്കണക്കിന് വരുന്ന തൊഴിലാളികൾക്ക് ആശ്വാസകരമായിട്ടുള്ള മറ്റൊരു കാര്യം അത് ഈ ഒരു പുതിയ മിഷൻ്റെ ഭാഗമാകാൻ അവർ പ്രത്യേകം അപേക്ഷ നൽകേണ്ടതില്ല എന്നതാണ്. അതായത് നിലവിലുള്ള രജിസ്ട്രേഷനുകളൊക്കെ തന്നെ സ്വയമേവ പുതിയ പദ്ധതിയിലേക്ക് മാറ്റപ്പെടുന്നതാണ്. കൂടാതെ പദ്ധതിയുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായിട്ട് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വലിയ മാറ്റങ്ങളാണ് ഹാജർ നിലയിലൊക്കെ തന്നെ ഇപ്പോൾ കൊണ്ടുവരുന്നത്. AI അധിഷ്ഠിത സംവിധാനങ്ങൾ, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ജിയോ ടാഗിങ്, അതുപോലെ ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷൻ എന്നിവയിലൂടെയൊക്കെ തന്നെ തൊഴിലിടങ്ങളിലെ ക്രമക്കേടുകൾ ഒഴിവാക്കാനും അതുപോലെ തന്നെ അർഹരായവർക്ക് കൃത്യമായിട്ട് അവരുടെ വേതനം ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനുമാണ് അധികൃതർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ ഗ്രാമീണ തൊഴിൽ മേഖല കൂടുതൽ കാര്യക്ഷമവും അഴിമതിരഹിതവുമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരളത്തിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ജീവിതത്തിന് വലിയൊരു ആശ്വാസമാകുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ സംവിധാനത്തിൽ നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ വരാനിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ പഠന പത്രികകൾ പുറത്തിറക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിലൊക്കെ തന്നെ ഏകദേശം ഇപ്പോൾ കാര്യങ്ങൾ ഉറപ്പായിട്ടുണ്ട്. നിലവിൽ 63 ലക്ഷത്തോളം ആളുകൾ ഗുണഭോക്താക്കളായിട്ടുള്ള ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ പെൻഷൻ്റെ അടിസ്ഥാന നിരക്ക് അത് 3000 രൂപ എന്ന നിലയിലേക്ക് ഉയർത്താനാണ് ഇപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആലോചിക്കുന്നത്. ഇത് പ്രാബല്യത്തിൽ വരുന്നതോടെ മെയ് മാസം മുതൽ അർഹരായവർക്ക് വർദ്ധിപ്പിച്ച തുക ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും. കൂടാതെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ അടിസ്ഥാന തുകയുടെ 25% അധിക ധനസഹായം കൂടി ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട്. സാധാരണക്കാരുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ട് ലക്ഷ്യമിട്ടുള്ള ഈ ഒരു നീക്കം അത് വരും ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള ഔദ്യോഗിക അറിയിപ്പുകളോടെ തന്നെ നടപ്പിലാക്കപ്പെടും. ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ ലഭിക്കുന്നതിനായിട്ട് ഗുണഭോക്താക്കൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. എല്ലാ വർഷവും സർക്കാർ ആവശ്യപ്പെടുന്ന രേഖകൾ അത് കൃത്യസമയത്ത് ഹാജരാക്കിക്കൊണ്ട് നിങ്ങളുടെ പെൻഷൻ പുതുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനായിട്ട് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക, അതുപോലെ തന്നെ ബയോമെട്രിക് മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കുക, പുനർവിവാഹം ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് എല്ലാവരും പാലിക്കേണ്ടതാണ്. പലപ്പോഴും രേഖകൾ സമർപ്പിക്കുന്നതിലെ വീഴ്ചയോ അല്ലെങ്കിൽ അത് സമർപ്പിക്കുന്ന കാലതാമസമോ കാരണമാണ് അർഹരായവർക്ക് പോലും പെൻഷൻ തുക പലപ്പോഴും തടസ്സപ്പെടുന്നത്. അതിനാൽ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ മറ്റ് ബന്ധപ്പെട്ട സർക്കാർ ഓഫീസുകൾ വഴിയോ ഇത്തരം നടപടിക്രമങ്ങളൊക്കെ തന്നെ നിങ്ങൾ യഥാസമയം പൂർത്തിയാക്കാനായിട്ട് ഓരോ ഗുണഭോക്താക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പുതുതായിട്ട് പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നിശ്ചിത മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. 60 വയസ്സ് പിന്നിട്ട ഏതൊരാൾക്കും നിശ്ചിത വരുമാന പരിധിക്കുള്ളിലാണെങ്കിൽ വാർദ്ധക്യകാല പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്ന് പറയുന്നത്. കൂടാതെ അപേക്ഷകർക്ക് 1 ഏക്കറിൽ കൂടുതൽ പുരയിടമോ വസ്തുവോ ഉണ്ടാകാൻ പാടില്ല. താമസമൊരുക്കുന്ന വീടിൻ്റെ വിസ്തീർണം അത് 2000 സ്ക്വയർ ഫീറ്റിൽ അധികമാകരുത് എന്നതും വളരെ പ്രധാനമാണ്. ആഡംബര സൗകര്യങ്ങളായിട്ടുള്ള എയർ കണ്ടീഷണർ, അതോടൊപ്പം തന്നെ 1000 cc മുകളിൽ എൻജിൻ കപ്പാസിറ്റിയുള്ള 4 ചക്ര വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങൾ എന്നിവയൊക്കെ സ്വന്തമായിട്ടുള്ളവർ ഈ ആനുകൂല്യത്തിന് അർഹരായിരിക്കില്ല. എന്നാൽ APL, BPL വ്യത്യാസമില്ലാതെ തന്നെ ഈ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന എല്ലാ അർഹരായിട്ടുള്ള വ്യക്തികൾക്കും സർക്കാർ ഈ ക്ഷേമ പെൻഷനുകൾ ലഭ്യമാക്കുന്നുണ്ട്. സോ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി വളരെ ലളിതമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ സേവനങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ പൊതുവിതരണ സമ്പ്രദായത്തിൽ അതിനിർണായകമായിട്ടുള്ള മാറ്റങ്ങളോടെ ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം ഏപ്രിൽ 4-ാം തീയതി ശനിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. നിലവിലെ പ്രത്യേക സാഹചര്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് സാധാരണ രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിക്കൊണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ വിഹിതം ഗുണഭോക്താക്കൾക്ക് ഒരുമിച്ച് വാങ്ങാനുള്ള സുവർണ അവസരമാണ് സർക്കാർ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇന്ധന പ്രതിസന്ധിയുടെയും ഒക്കെ തന്നെ മറ്റു പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് വിതരണത്തിൽ ഈ ക്രമീകരണം വരുത്തിയിരിക്കുന്നത്. ഇതിലൂടെ ഓരോ വിഭാഗം കാർഡ് ഉടമകൾക്കും വലിയ തോതിലുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെയാണ് ലഭിക്കാനായിട്ട് പോകുന്നത്. വിവിധ കാർഡ് വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പരിശോധിച്ചാൽ അന്ത്യോദയ അന്ന യോജന AY മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഏകദേശം 60 കിലോയോളം അരി ഈ സാഹചര്യത്തിൽ ലഭ്യമാകുന്നതാണ്. ഇനി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട BPL, അതായത് BPL പിങ്ക് റേഷൻ കാർഡ് ഉടമകളാണെങ്കിൽ അവർക്ക് സാധാരണ ലഭിച്ചിരുന്ന 4 കിലോ അരിയും അതോടൊപ്പം തന്നെ 1 കിലോ ഗോതമ്പും എന്നതിന് പകരമായിട്ട് ഇത്തവണ 8 കിലോ അരിയും 2 കിലോ ഗോതമ്പും വീതം നിങ്ങൾക്ക് കൈപ്പറ്റാവുന്നതാണ്. ഇതേ മാതൃകയിൽ മുൻഗണനേതര വിഭാഗങ്ങളായിട്ടുള്ള APL നീല വെള്ള കാർഡ് ഉടമകൾക്കും ഇരട്ടിയോളം ആനുകൂല്യങ്ങളാണ് ഇത്തവണ അനുവദിച്ചിട്ടുള്ളത്.
ജനങ്ങൾക്ക് 2 മാസത്തെ വിഹിതം ഈ മാസം തന്നെ ഒരുമിച്ച് വാങ്ങാനോ അതല്ലെങ്കിൽ ഏപ്രിൽ മാസത്തെ വിഹിതം മാത്രമായി കൈപ്പറ്റാനോ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മെയ് മാസത്തിൽ ചെന്നാൽ ആ മാസത്തെ ആനുകൂല്യം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നതിനാൽ തന്നെ 2 മാസത്തെ വിഹിതം അത് ഒന്നിച്ച് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ റേഷൻ കടകളുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. പൊതുജനങ്ങൾക്ക് ഈ ഇരട്ടി ആനുകൂല്യങ്ങൾ അത് കൃത്യമായിട്ട് നിങ്ങൾ വിനിയോഗിക്കണമെന്നും ഏപ്രിൽ 4 മുതൽ വിതരണം ആരംഭിക്കുമെന്നും ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. വ്യാഴാഴ്ച ഏപ്രിൽ 2-ാം തീയതി 2 തവണയാണ് സ്വർണ്ണ നിരക്കിൽ വ്യത്യാസം രേഖപ്പെടുത്തിയത്. രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് ഗ്രാമിന് 365 രൂപയും പവന് 2920 രൂപയുമാണ് കുറഞ്ഞത്. രാവിലെ 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 140 രൂപ കുറഞ്ഞ് 13,880 രൂപയും പവന് 1,120 രൂപ കുറഞ്ഞ് 1,11,040 രൂപയുമായിരുന്നു. ഉച്ചയ്ക്ക് 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 225 രൂപ കുറഞ്ഞ് 13,655 രൂപയും പവന് 1,800 രൂപ കുറഞ്ഞ് 1,09,240 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.